പിറവം പെരുവാമൂഴി റോഡിന്റെ നിർമ്മാണം പുനരാരംഭിക്കുന്നതിന് മുന്നോടിയായി എം.എൽ.എ. അനൂപ് ജേക്കബിന്റെ അധ്യക്ഷതയിൽ പിറവത്ത് അവലോകന യോഗം ചേർന്നു. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്ടിന്റെ ഭാഗമായി നടക്കുന്ന ഈ പദ്ധതിക്ക് 15 മാസമാണ് നിർമ്മാണ കാലാവധി. പിറവം പെരുവാമൂഴി റോഡിന്റെ നിർമ്മാണം പുനരാരംഭിക്കുന്നതിന് മുന്നോടിയായി എം.എൽ.എ. അനൂപ് ജേക്കബിന്റെ അധ്യക്ഷതയിൽ പിറവത്ത് അവലോകന യോഗം ചേർന്നു. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. പെരുവാമൂഴി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വീണ്ടും ആരംഭിക്കാൻ പോവുകയാണ്. നമുക്ക് അറിവുള്ളതുപോലെ ഇതിന്റെ നിർമ്മാണം നിലച്ചു പോയിരുന്നു. ഏറെ പ്രതിസന്ധികൾ ഉണ്ടായി. നിയമസഭയിൽ തന്നെ പല ആവർത്തി ഞാൻ ഈ വിഷയം ഉന്നയിച്ചു. സർക്കാർ തലത്തിൽ ചർച്ചകൾ നടത്തിയുമൊക്കെയാണ് അതിന്റെ വർക്ക് ഇപ്പോൾ റീടെൻഡർ ചെയ്ത് പുനരാരംഭിക്കാനുള്ള നടപടിയായിരിക്കും. മുന്നോടിയായിട്ട് പിറവം മുനിസിപ്പാലിറ്റിയിലെയും രാമമംഗലം പഞ്ചായത്തിലെയും പഞ്ചായത്ത് അംഗങ്ങൾ ജനപ്രതിനിധികളെ വിളിച്ചു ചേർത്ത് അവരവരുടേതായ പ്രദേശങ്ങളിലൂടെ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എടുക്കേണ്ട കാര്യങ്ങൾ, അവിടെ പ്രാദേശികമായിട്ടുള്ള ആവശ്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. അത് പരിഗണിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എല്ലാം പരിഗണിക്കും. 15 മാസമാണ് ഇനി അവരുടെ നിർമ്മാണ കാലാവധി എന്നവർ പറഞ്ഞിരിക്കുന്നത്. സമയബന്ധിതമായി അത് പൂർത്തിയാക്കാനായിട്ടുള്ള പരിശ്രമമാണ് ഇപ്പോഴും ഉണ്ടാവുന്നത്. എന്താണെങ്കിലും നമുക്ക് വലിയ കാലതാമസം ഉണ്ടായ ഒരു നിർമ്മാണമാണിത്. പാലങ്ങളുടെ നിർമ്മാണം ആദ്യം തുടങ്ങും എന്നുള്ളതാണ് KSTP അധികൃതർ അറിയിച്ചത്. അന്ന് മഴ വരുന്നതിന് മുമ്പ് പാലങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് തീർക്കാൻ തീർക്കാം എന്നുള്ളതാണ് അവർ മുന്നോട്ട് വെച്ച ആവശ്യം. കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്ടിന്റെ ഭാഗമായി നടക്കുന്ന ഈ പദ്ധതിക്ക് 15 മാസമാണ് നിർമ്മാണ കാലാവധി. നിലവിൽ 32 കൾവേർട്ടറുകൾ പുതുക്കി പണിയാനും 12 കിലോമീറ്റർ റോഡ് ടാർ ചെയ്യാനും 4 കിലോമീറ്റർ കോൺക്രീറ്റ് ചെയ്യാനുമുണ്ടെന്ന് യോഗത്തിൽ ഉദ്യോഗസ്ഥർ അറിയിച്ചു. പടവെട്ടിപ്പാലം, പാടത്ത് താഴം പാലം ഉൾപ്പെടെ 5 പാലങ്ങളുടെ നിർമ്മാണം ആരംഭിക്കാനുണ്ട്. പൂർത്തിയാകാതെ കിടക്കുന്ന പാലങ്ങളുടെ നിർമ്മാണമായിരിക്കും ആദ്യം നടത്തുക. ഇതിനോട് അനുബന്ധിച്ച് തന്നെ റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിക്കും. പൈപ്പ് ലൈനുകളും ഇലക്ട്രിക് ലൈനുകളും മാറ്റി സ്ഥാപിക്കാനായിട്ട് 6 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. നിരന്തരമായി പൈപ്പുകൾ പൊട്ടുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കണമെന്ന് MLA നിർദ്ദേശം നൽകി. മുളക്കുളം, പള്ളിപ്പടി, കക്കാട്, ശിവലി, കാവുംകട, അണ്ടേത്ത് കവല തുടങ്ങിയ പ്രധാന 4 കവലകളിൽ നിലവിലുള്ള സ്ഥലം പരമാവധി എടുത്ത് വിപുലീകരിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു. യോഗത്തിൽ പിറവം നഗരസഭാ ചെയർമാൻ KR പ്രദീപ് കുമാർ, രാമമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി രാജു, പിറവം നഗരസഭ വൈസ് ചെയർപേഴ്സൺ അന്നമ്മ ഡോമി, രാമമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീനിവാസൻ, ജോയി വാക്കാനായിൽ, ജോയിക്കുട്ടി കളപ്പുരയിൽ, ലൂസി സണ്ണി, രമ വിജയൻ, എൽദോ KP, ബിനോയ് പനച്ചിയിൽ, ജെയിംസ്, സിന്ധു രവി എന്നീ ജനപ്രതിനിധികളും കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സൗമ്യ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും കമ്പനി പ്രതിനിധികളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പിറവം. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.